ഗെറ്റ് മീ റെഡിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൊട്ടാണ് വരുന്നത്. പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ എളുപ്പത്തിൽ ഞാനൊരു കണ്ടുപിടുത്തം കൊണ്ടുവന്നിട്ടുണ്ട്, പാരഷൂട്ട് ഓയിൽ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ പാരഷൂട്ട് തേച്ചിട്ട് നമ്മൾ ടിഷ്യൂ കൊണ്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് ഫേസ് വാഷ് വെച്ച് നമ്മൾ മുഖം കഴുകും. പിന്നെ ഇത് നമ്മൾ മുൾട്ടാണിയിൽ തൈരും തേനും ഒക്കെ ഒഴിച്ച് മിക്സാക്കി വേണം. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം തണുത്ത വെള്ളം ഒഴിച്ച് നമ്മൾ മുഖം കഴുകും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ രണ്ട് തുള്ളിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഐലൈനർ റിമൂവ് ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ്. കണ്ണുമ്മയൊക്കെ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് റിമൂവ് ആവും. പിന്നെ മേക്കപ്പൊക്കെ കളയാൻ വേണ്ടി ഫേസിലും നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുറച്ച് നേരം ഇത് മസാജ് ചെയ്താലാണ് പെട്ടെന്ന് മാറ് നമുക്ക് പോകും. ഇനി നമ്മൾ ടിഷ്യൂ എടുത്തിട്ട് കണ്ണ് ഐലൈനർ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ കുറച്ച്. അതുമാതിരി രണ്ട് കണ്ണും നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഫേസൊക്കെ മേക്കപ്പ് ഉണ്ടാവുമല്ലോ, അതും ഇതേ ടിഷ്യൂ വെച്ചിട്ട് സെയിം ടിഷ്യൂ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ വീണ്ടും ഒരു ടിഷ്യൂ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസിൽ ലാസ്റ്റ് വരെ മേക്കപ്പ് ഇനി പോയിട്ടില്ലേ നോക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. ഒക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഇപ്പോൾ ഒന്നും വരുന്നില്ല. ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ മീതിയും എല്ലാവർക്കും പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഹിമാലയയുടെ നീം ഫേസ് വാഷ് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. ഇവിടെ നമുക്ക് വാക്സിനേഷൻ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. ഫേസ് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെള്ളം വെച്ചാൽ ആദ്യം നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇനി നമ്മൾ ഹിമാലയയുടെ ഫേസ് വാഷ് എടുക്കാൻ പോവാണ്. കഴിയാറായി, ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ നമുക്കിതൊക്കെ പുത്തം പുതിയത് വാങ്ങാം. അപ്പൊ ഭയങ്കര പാടാണ്. അങ്ങനെ പീച്ചി എടുത്തുണ്ടെങ്കിലും വന്നിട്ടുണ്ട്. നമുക്ക് മുഖത്ത് തേക്കാം. ഭയങ്കര ആവേശത്തോടെയാണ് തേക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പോയാലോ. അങ്ങനെ കണ്ണും എല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണ് നമ്മൾ കഴുകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പരസ്യം കൂടി ഞാൻ പറയാം. ഈ ഫേസ് വാഷ് ഇട്ട് കഴുകിയപ്പോൾ എൻ്റെ മുഖം ഭയങ്കര ബ്രൈറ്റ് ആയി. ഗായ്സ്, നിങ്ങൾ കഴുകിക്കോളും. ബ്രൈറ്റ് ആയില്ലെങ്കിൽ എന്നെ കുറ്റം പറയുന്നു കേട്ടോ. അപ്പൊ ഇനി വരും. അപ്പൊ നമ്മളത് കഴുകിയതിന് ശേഷം മുഖം ഒന്ന് തോർത്തി കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തോർത്തിയാൽ വേണ്ടിയിട്ടല്ലേ മുഖം പറഞ്ഞിരിക്കും. ഞാനത് ചെയ്ത് പിന്നെ അതിന് ശേഷം നമ്മൾ മുൾത്താണിയാണ് തേക്കുന്നത്. മുൾത്താണി തൈര് തേൻ ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ തേക്കുക. നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ് കിട്ടാൻ സഹായിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്ക് തേക്കാം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് തേക്കാം. ഈ ഗെറ്റ് മീ റെഡിയിൽ എന്തെങ്കിലുമൊക്കെ തേക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ പോയി അത് എടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് ആദ്യം തേച്ച് കൊടുക്കാം. മുഖത്ത് തേക്കാനുള്ള സത്യം പറഞ്ഞാൽ തേച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഭൂതമാണെന്ന് പറയും. അമ്മായി തേപ്പായിരിക്കും ഞാൻ തേക്കുന്നത്. ഞാൻ ഫുള്ള് തേക്കുന്നുണ്ട് കേട്ടോ. കഴുത്ത് നമ്മൾ തേക്കുന്നില്ല. കഴുത്ത് ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല, അതുകൊണ്ട് ആ ഒരു ശല്യം നമ്മൾ തേക്കുന്നില്ല. അമ്മയോടൊക്കെ നമ്മൾ നല്ലപോലെ തേക്കുന്നുണ്ട് കേട്ടോ. ഇതപ്പോൾ അത്രയും നല്ലതാണ്. നാട്ടുതേൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും സൂപ്പറായിരിക്കും കേട്ടോ. ഞാൻ നാട്ടുതേനൊന്നും യൂസ് ചെയ്യണം ഉള്ളത്. അതിന് ശേഷം നമ്മൾ രണ്ട് കൈ വെച്ചൊരു ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഒരു 2-3 മിനിറ്റ് മതി. നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വല്ല മിസ്റ്റേക്സും ഉണ്ട് അല്ലെങ്കിൽ ഇനിയും പ്രോഡക്റ്റ്സ് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇതിന് ഗംഭീരാക്കുന്നതായിരിക്കും കേട്ടോ. എൻ്റെ കോമഡിത്തരം നമുക്ക് ഇഷ്ടപ്പെടില്ലേ തയ്ച്ചോളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ഉണങ്ങാൻ നമുക്ക് കാത്തിരിക്കണം. ഉണങ്ങിയിട്ട് ഞാൻ കഴുകാറാകുമ്പോൾ ഇനി വരാം കേട്ടോ. നമ്മളിത് തേച്ച് ഉണക്കി എടുത്തിട്ട് വന്നിട്ട് എൻ്റെ ചില ഷോകളായിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളം വെച്ച് കഴുകിയിട്ട് വരാം. ആഹാ, ഒന്നും പറ്റില്ല.
വാവ് ഗൈസ്, അതിശയം! ഞാൻ ആ തേനും തൈരും മുൾത്താനും തേച്ചപ്പോൾ എന്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആയി കിട്ടിയിരിക്കുന്നു. നിങ്ങൾ തേച്ച് നോക്കണം കേട്ടോ. പിന്നെ നമ്മളപ്പോ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഐസും വെള്ളം വെച്ചിട്ടൊന്ന് കഴുകുകയാണ്. നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഒക്കെ ഇരിക്കാനുള്ള ഒരു ഐഡിയ ആണ്. അപ്പം നമ്മളങ്ങനെ ഐസും വെള്ളം വെച്ച് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത്, ഇത് തോർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. തോർത്തിയാൽ നമുക്ക് തോർത്തണമെങ്കിൽ തോർത്താം. അപ്പോൾ നമുക്കിത് ഉണങ്ങനെ അരച്ച് തരാൻ നിൽക്കാം. വീഡിയോ ക്യാമറക്കാർ ചിലപ്പോൾ ഓടിപ്പോയിന്നിരിക്കും, അതുകൊണ്ട് ഞാൻ തുടയ്ക്കാം. കണ്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടാൻ തോർത്തുമാണ്. അതിൽ നന്നായിട്ട് ഓക്കെ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ തോർത്തിയൊക്കെ കഴിഞ്ഞാൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും, ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ.